حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب. صدق الله العظيم. ومن شر غاسق إذا وقب. ومن شر غاسق. രാത്രിയുടെ ഷറിനെ തൊട്ട് അള്ളാഹിനോട് കാവൽ തേടുകയാണ്. ഇദാ വഖബ്, അത് ഇരുൾ മുറ്റിയാൽ. രാത്രിയുടെ അപകടത്തൊട്ട് കാവൽ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, പകലും രാത്രിയും താരതമ്യം ചെയ്താൽ രാത്രിയാണ് കൂടുതൽ അപകടത്തിന് സാധ്യത. അങ്ങനെ തന്നെയാണ് ലോകത്ത് നടക്കുന്നത്. അപകടങ്ങൾ കണക്കൂട്ടുകയാണെങ്കിൽ പകലിന്റെ ഇരട്ടിക്ക് രാത്രിയുണ്ട്. റോഡപകടം തന്നെയാണ്. ഉറങ്ങിയിട്ടും അല്ലാതൊക്കെ അപകടം ഉണ്ടാകുന്നത് ഇരുൾ മുറ്റുമ്പോഴാണ്. കള്ളന്മാർ ഇറങ്ങുന്നത് രാത്രിയാണല്ലോ. പകൽ സമയത്ത് മോഷണം നടക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് രാത്രി. അപ്പൊ ഈ നിലവിൽ അറിയപ്പെട്ട കുറുവാ സംഘത്തെ കുറിച്ച് തന്നെ പറയുന്നത് എന്താണ്? പകലിങ്ങനെ അലിഞ്ഞിരിഞ്ഞ് നടക്കുന്ന, അലിഞ്ഞു തിരിഞ്ഞ് ഓരോ വീടുകൾ കണ്ടുപിടിച്ചിട്ട് രാത്രി സംഘടിച്ചു വരും എന്നുള്ള. രാത്രി എന്നുള്ളതൊരു വിഷയമാണ്. കാരണം എല്ലാ അക്രമികളും അവര് ഉപദ്രവിക്കാൻ വേണ്ടി മെനഞ്ഞുണ്ടാക്കുന്ന മാർഗങ്ങളെ മറച്ചു പിടിക്കുന്നത് രാത്രിയുടെ ഇരുളുകൊണ്ടാണ്. അപകടകാരികൾ അവരുടെ ലൈന് മറച്ചു പിടിക്കുന്നത് രാത്രിയുടെ ഇരുളുകൊണ്ടാണ്. പകലില് വെളിവായാൽ അതാണ് പൊളി. അതുകൊണ്ടാണ് രാത്രിയെ അതിൻ്റെ ഷർറിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി പ്രത്യേകമായി പരാമർശിച്ചത്. ക്ഷുദ്രജീവികൾ കൂടുതൽ പുറത്തിറങ്ങുന്നത് തേള്, പാമ്പ് ഇതൊക്കെ കൂടുതൽ രാത്രിയിലാണ്. രാത്രി മാത്രം കണ്ണ് കാണുന്ന വിഷജന്തുക്കളുണ്ട്. ഇരയെ പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് രാത്രിയാണ്. അതുകൊണ്ട് തന്നെ പാമ്പ് കടിച്ചും തേള് കുത്തിയും അപകടം ഉണ്ടാകുന്നതിനെ കുറിച്ചൊരു സർവേ നടത്തുകയാണെങ്കിൽ അത് കൂടുതൽ രാത്രിയായിരിക്കും. പകല് നന്നേ കുറവായിരിക്കും. അതുകൊണ്ട് രാത്രി അപകടം എന്നത് പൊതുവെ അറിയപ്പെട്ട ചില കാടുകളൊക്കെ രാത്രി പ്രവേശനമില്ല. മൈസൂർ ഭാഗത്തൊക്കെ പോകുമ്പോ റോഡന്നെ അടച്ചോ, മാറി പോകുമ്പോ റോഡ് അടച്ചോ, രാത്രി പ്രവേശനമില്ല. കാരണം രാത്രി അപകടം കൂടുതലാണ്. കണ്ടാമൃഗങ്ങളും വിഷജന്തുക്കളും പുറത്തിറങ്ങുന്ന സമയമാണ്, അപകടം കൂടുതലാണ്. രാത്രിയുടെ അപകടം എന്നത് വളരെ കൃത്യമാണ് എന്നാണ് പറഞ്ഞത്. അതോടുകൂടി ഈ രണ്ട് ആയത്തുകളുടെ ഒരു സൗന്ദര്യം നോക്കിങ്ങള്. പ്രഭാതത്തെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന അള്ളാഹുവിനോട് കാവൽ തേടുന്നു രാത്രിയുടെ ഇരുളിനെ തൊട്ട്. രാത്രിയുടെ ഇരുള്, അതിന്റെ അപകടം നീങ്ങാൻ പ്രഭാതമായാൽ മതി. അപ്പൊ അതിന് കഴിയുന്ന ആളോട് തന്നെയാണ് ഈ ചോദിക്കുന്നത്. രാത്രിയുടെ ഇരുളിന്റെ ബുദ്ധിമുട്ട് നീങ്ങാൻ നേരം വെളുത്താൽ മതിയല്ലോ. നേരം വെളുക്കണതിനാണല്ലേ ഈ പുലരി എന്ന് പറയാം. ആ പുലരിയെ സംവിധാനിക്കുന്നത്, നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. അപ്പൊ കഴിയുന്ന ആളോട് തന്നെയാണ് ഇപ്പൊ ഈ ചോദിക്കുന്നത്, കഴിയാത്ത ആളോടല്ല. ഇനി പ്രത്യേകിച്ചൊന്നും ഒരുങ്ങേണ്ട കാര്യം അള്ളാഹ്ക്കില്ലല്ലോ. കുറുക്കന്മാരിറങ്ങുന്നൊക്കെ രാത്രിയാണ്. പകല് കുറുക്കന്മാരിറങ്ങുക പഴയ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. രാത്രി കുറുക്കന്മാര് കോയിനെ പിടിച്ചോണ്ട് പോകാന്നുള്ളത്. ഇന്നും കുറുക്കന്മാരിറങ്ങുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ഇറങ്ങുന്ന 2-3 വിഭാഗമുണ്ട്. ഒന്ന് കുറുക്കന്മാര്, 2 മാപ്പിള കുട്ടികള്, നമ്മളെ കുട്ടികള്, മുസ്ലിം കുട്ടികളൊക്കെ രാത്രിയാണ് പുറത്തിറങ്ങുക. നമ്മളെ കുട്ടികൾ തന്നെ, പുറത്തുനിന്നൊന്നും അല്ല. 10 മണി കഴിഞ്ഞാല് ഹിന്ദുക്കളൊന്നും അങ്ങാടി കാണൂല, ക്രിസ്ത്യാനികളെയും കാണൂല. അങ്ങനെ ഓർക്ക് രാവിലെ പണിക്കോണ്ട്. അതിൽ 8:30-9 മണി കഴിഞ്ഞാൽ ഓരൊക്കെ വീട്ടിൽ പോകും. നമ്മളെ കുട്ടികളെ ബൈക്കെടുത്ത് ഇറങ്ങുന്നത് 11 മണിക്കാണ്. 11 മണിക്ക് ബൈക്കെടുത്ത് ഇറങ്ങിയാൽ പിന്നെ അലഞ്ഞ് തിരിഞ്ഞ് എല്ലായിടത്തും തലയിട്ട് സംസാരിച്ച് ബസ് സ്റ്റോപ്പിലിരുന്ന്, ഓരോ തിണ്ണയിലിരുന്ന്, ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പൊക്കെ മദ്യം വിളമ്പാനുള്ള സദ്യമേളകളായി. എല്ലാ അപകടങ്ങൾക്കും തിരികൊളുത്തുന്നത് രാത്രിയാണ്. അപ്പൊ രാത്രി കാവൽ തേടുക എന്നുള്ളത് ഭയങ്കര ഒരു കാവൽ തേട്ടാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് റോഡ് സൈഡിലൊക്കെ എല്ലാ കച്ചവടങ്ങളും പൊടിക്കുകയാണല്ലോ കുട്ടികൾക്ക് വേണ്ടി. ഞാൻ ഇപ്പം തന്നെ കണ്ണൂരിന്ന്
എനിക്ക് ട്രെയിൻ കയറാൻ നേരത്ത് ചായ വേണമെന്ന് വെച്ച് രാത്രി എത്ര മണിക്കാര്യങ്ങൾ? 1 മണിക്ക് രാത്രി 1 മണിക്ക്. ചായക്കട സജീവാണ്, അവിടെ സിനിമാ പാട്ട്, ആ പാട്ടിനനുസരിച്ചുകൊണ്ട് തുള്ളുന്നതൊക്കെ ആ നാട്ടിലെ അലിവേക്കാന്റെ ഷംസുദ്ദീൻ ഹാജിന്റെ ഒക്കെ മക്കള് തുള്ളാണ്. എന്താ ഓൽക്ക് പണി? എന്തെങ്കിലും അർജന്റ് കാര്യത്തിന് വന്നാണോ? അല്ല, ഒരൊറ്റ ഒന്നിനെ കണ്ടാ മുസ്ലിമാണെന്നും അറിയില്ല, ഒറ്റ ഒന്നിനെ കണ്ടാ മുസ്ലിമാണെന്ന് അറിയില്ല. കാരണം ഒക്കെ ഔറത്ത് കാണുന്ന ട്രൗസറാണ് ഇട്ടുന്നത്. ചിലതിന്റെ കൈമ്മല് വള, ചിലതിന്റെ കഴുത്തില് ചെയിന്. ഇവരൊക്കെ വാപ്പാനാണ് ഇപ്പൊ വാത് എടുത്തുന്നത്. രാത്രിയാണ് ഇവരെ പിരാന്തൊക്കെ ഇളകല്. പകലും ഉറങ്ങുക, രാത്രി തുള്ളുക. ഇതാണ് ഇന്നത്തെ ലോകം. പകൽ മൊത്തം ഉറങ്ങുക, രാത്രി മൊത്തം തുള്ളുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനി അങ്ങോട്ടൊന്നും വേണ്ട. ഞങ്ങളീ തിരൂര്, താഴെപാലം, കുറ്റിപ്പുറം ഇങ്ങനെ രാത്രി ഒന്ന് കറങ്ങി നോക്കിയാൽ മതി. നമ്മള് ചതിപ്പെടാൻ മതി. അള്ളാന്റെ ദീന ആറാമാക്കിയ മുഴുവൻ സാധനങ്ങളും തിരൂരുണ്ട്. അത് തുടങ്ങല് രാത്രി 11 മണി മുതൽ ഏകദേശം സുബഹി 4:45 വരെ ഉണ്ടാവും. അള്ളാന്റെ ദീന ആറാമാക്കി എന്ത് സാധനങ്ങൾക്ക് വേണോ? ബോംബെക്ക് വേണ്ട, ഒരു ചുവന്ന തെരും തെരഞ്ഞു വേണ്ട. ചുവന്ന തെരു ഇവിടെ തന്നെ ഉണ്ട്, തിരൂർ തന്നെ ഉണ്ട് ചുവന്ന തെരു. ആണ് വേണോ ആണ്, പെണ്ണ് വേണോ പെണ്ണ്, രണ്ടിന്റെ ഇടയിലുള്ള വേണോ ഒക്കെ അവിടെ റെഡിയാണ്. റോഡ് സൈഡിൽ എല്ലാ സാധനങ്ങൾ വിൽക്കാൻ കൊടുക്കുന്ന ചായ ഉണ്ടാവും, ചമഞ്ഞ് നിൽക്കണം. അതിനൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മളെ മാപ്പിള കുട്ടികൾ ബൈക്ക് എടുത്തിട്ട് തുമ്പി വാറും പോലെ പാറുന്നത്. ഇതിന് ഓരോന്ന് കൊളത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. രാത്രി ഇരുൾമുറ്റിയ രാത്രിയുടെ ഷർറിനെയും അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. അതുപോലെ ചന്ദ്രന്റെ ഗാസിക് എന്ന് പറഞ്ഞാൽ കമറ്, ചന്ദ്രൻ എന്നുള്ള അർത്ഥം. അപ്പൊ ചന്ദ്രന്റെ ഷർറിനെ, ചന്ദ്രൻ നല്ലതാണ്, ചിലപ്പോ അപകടമാണ്. ഇതാ വക്കബ്, അതിന് ഗ്രഹണം ബാധിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് സമയമായാൽ, ഈ വേലിയേറ്റത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഇതൊക്കെ ഒരു ആകർഷണത്തിൽ നിൽക്കല്ലേ. ഖുർആൻ പറയണേനെ വൈരി അമദിൻ തറവുനാണ്, തൂണില്ലാന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. നമ്മൾ അർത്ഥം വെച്ചോടത്തുള്ള അബദ്ധമാണ്. ചില ആളുകൾ അർത്ഥം വെക്കൽ എങ്ങനെയാണ്? തൂണില്ലാതല്ല ഖുർആൻ പറഞ്ഞേ, നിങ്ങൾ കാണുന്ന സൈസ് തൂണില്ലാന്ന് പറഞ്ഞു. അതാണ് വൈരി അമദിൻ എന്ന് പറഞ്ഞ് നിർത്തിയില്ലല്ലോ. വൈരി അമദിൻ തറവുനഹ, ഇതിനൊക്കെ അള്ളാഹു നിർത്തിയത് നിങ്ങൾ കാണുന്ന സൈസ് തൂണ് കൂടാതെയാണ്. അപ്പൊ എന്താണ് ഇപ്പൊ കാണാത്ത തൂണ്? കാണാത്ത തൂണ് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ എന്റെ കയ്യിലൊരു സൂചി വെച്ചു. ആ സൂചി വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു കാന്തം പിടിച്ചാൽ സൂചി ഇങ്ങനെ എണീറ്റിക്കും, ഇല്ലേ? സൂചി ഇങ്ങനെ എണീറ്റിക്കും. ഇങ്ങനെയാണ് ഇപ്പൊ ഭൂമിയും ചന്ദ്രനും സൂര്യനൊക്കെ നിൽക്കുന്നത്. ഇത് കുറച്ച് താന്നാല്, കാന്തം താന്നാല് സൂചി അങ്ങനെ മേപ്പിട്ട് കാണും. കാന്തം പൊന്തിയാലോ സൂചി ഇങ്ങോട്ട് പോവുകയും ചെയ്യും. രണ്ടും പാടില്ല, ഇങ്ങനെ ബാലൻസിൽ നിൽക്കണം. അങ്ങനെ ബാലൻസിലാണ് കമറിനെയും അർലിനെയും ഒക്കെ അള്ളാഹു നിർത്തിയിട്ടുള്ളത്. കമർ കണ്ട് താന്നാൽ അർലാണ്ട് പോകും, പൊട്ടും. അപ്പൊ അത് എപ്പോഴും ദ്വാരക്കേണ്ട കാര്യല്ലേ? ഒന്നിങ്ങനെ താത്തിയ പോലെ അല്ല. സൂര്യൻ ഇപ്പൊ നിലവിലുള്ള സ്ഥലത്ത് താന്നാൽ ചൂട് പിടിച്ച് നമ്മളൊക്കെ വെണ്ണീറായി മാറും. ഉയർന്നാൽ തണുപ്പ് സഹിച്ചിട്ട് മഞ്ഞുകട്ടയായിട്ടും മാറും. ഉയരാനും പാടില്ല, താവനും പാടില്ല. അതിന് അങ്ങനെ അർത്ഥമുണ്ട്. ഗാസിക് എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ സൂര്യന്റെ ഷെറിനെ തൊട്ടും കാവൽ തേടുന്നു. ഇതാ വക്കബ്, അതും അസ്തമാന സമയമായ. ഇതൊക്കെ അതിന്റെ അർത്ഥങ്ങളാണ്. എല്ലാ അർത്ഥം കൂടി കൂട്ടിപ്പിടി. ഇപ്പൊ കുറുക്കൻ തൊട്ടിട്ട് സൂര്യൻ വരെ ഇതിന്റെ ഉള്ളിൽ കയറി, ഗാസിക്കിന്റെ ഉള്ളിൽ കയറി. എല്ലാം അതിന്റെ അർത്ഥം. രാത്രി അപകടങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. റോഡ് അപകടങ്ങൾ കൂടുതൽ നടക്കുന്നതും രാത്രിയാണ്. ക്ഷുദ്രജീവികളുടെ അപകടങ്ങൾ നടക്കുന്നതും രാത്രിയാണ്. മൃഗങ്ങളുടെ അപകടം നടക്കുന്നതും രാത്രിയാണ്. ഇനി മാരണക്കാരൻ ഒപ്പിക്കുന്നതും രാത്രിയാണ്. മാരണക്കാരൻ അവരെ വേല ഒപ്പിക്കൽ എപ്പോഴാ? രാത്രി. ഇത് ഈ സൂറത്ത് ഇറങ്ങണ എന്തിനാണ്?
മാരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് രണ്ടും കൂടി കൂട്ടിയ 11 ആയത്താണ്. കാരണം മുസ്തഫ നബിക്ക് സിഹർ ചെയ്തത് 11 കെട്ടിട്ടിട്ടാണ്. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ സൂറത്തിൽ ഞാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിൽ എപ്പോഴും രാത്രി അപകടം തന്നെയാണ്. ഇപ്പൊ ഇവിടെ മിഞ്ഞാന്ന് അത് ഇരുളിലല്ലേ ആക്സിഡന്റ് നടന്നത്, അതിന്റെ അപ്പുറത്ത് ഇരുളിലല്ലേ, കോഴിക്കോട് ഇരുളിലല്ലേ. പകലിൽ നടക്കണില്ലാന്നല്ല, അതിനേക്കാളും കൂടുതൽ രാത്രിയാണ്. ഇപ്പൊ ഇന്നലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പഴം കൊടുന്നു കഴിക്കാൻ, എന്നിട്ട് പഴം കൊടുന്നിട്ട് കൊടുന്ന ആള് കരയാണ്. ആള് തിന്നാൻ വേണ്ടി കൊടുന്നിട്ട് എന്തേന്ന് വെച്ച് ഉമ്മ നട്ടുണ്ടാക്കിയതാണ് എന്നാണ്. അപ്പൊ മനസ്സിലായി ഉമ്മ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ മരിച്ച എങ്ങനെ നിങ്ങള് രാത്രി അപകടത്തിൽപ്പെട്ടിട്ട് ആ ബമ്പർന്നോളെ ഈ അടിഭാഗത്ത് നിങ്ങണ്ട് കീറിയിട്ട് തലവരെ കീറിക്കണ 2 പീസായി. ബൈക്കുമ്മക്കൂടി ലോറിയാണ്ട് കയറിയതാണ്, സെന്റർ കൂടി ടയറാണ്ട് കയറി. അവരെ സമാധാനിപ്പിക്കാൻ ഞാൻ പെട്ട ബടാപാട് എനിക്ക് അറിയുള്ളൂ. രാത്രി അപകടം തന്നെ വളരെ ഗൗരവമാണ്. ഉറങ്ങിയതാണ്, അതാണ്. പകലിൽ ആ പ്രശ്നം അങ്ങനെ വരില്ല, ഉറങ്ങിയിട്ടുള്ള ആക്സിഡന്റ് അങ്ങനെ വരൂല, തീരെ വരൂല എന്നല്ല, അത്ര കൂടുതൽ വരൂല. രാത്രി ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് രാത്രിയുടെ ഷറിനെ തൊട്ട് പടച്ചവനോട് കാൽ തേടുകയാണ്. അത് ഇരുൾ മുറ്റിക്കഴിഞ്ഞാൽ മാരിവ് കഴിഞ്ഞ ഉടനെ മാരിവ് കഴിഞ്ഞ ഉടനെ എവിടെയെങ്കിലും ഉറങ്ങിയിട്ട് ആക്സിഡന്റ് നിങ്ങൾ കേട്ടണം, അത്ര ഉണ്ടാവില്ല. എന്തെങ്കിലും അന്തെങ്കിടല്ല ചങ്ങായിമാരാണെങ്കിൽ ഉണ്ടാ, അപ്പൊ 100 കാണികൾ ഉണ്ടാവും. അതല്ലേ പറഞ്ഞു, പരമാവധി ഉണ്ടല്ലോ. എപ്പോഴും ഉറങ്ങി തൂങ്ങണവരെ പിടിച്ചിരുത്തിയ പിന്നെ രാത്രി പകൽ എന്നുള്ള കണക്കൊന്നുമില്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതാണ് ഇതിന്റെ കണക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും രാത്രിയുടെ ഷർറിൽ നമ്മളെ കാവൽ തേടട്ടെ. അല്ലാഹു തആല നമ്മളെ കാവലാക്കി തരട്ടെ, നമ്മളെ അല്ലാഹു തആല സംരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم بارك لنا في زروعنا، في تجاراتنا، في كسبنا، في مالنا، في أولادنا، في أزواجنا، في أقاربنا، في جيراننا، في حياتنا وعند مماتنا يا الله يا رحمن. اللهم بارك لنا في برنا وبحرنا. اللهم بارك لنا في معيشنا في معاش. اللهم بارك لنا في معاشنا في معيشتنا. اللهم سلمنا من جميع البلاء والأعداء والأمراض وسائر ما نخاف علينا وعلى من تعلق بنا. يا سلام يا مؤمن يا مهيمن يا الله. اللهم اغفر لنا ولوالدينا لمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وسلم. നമ്മളെ അംസാജി നാട്ടിൽ നിന്ന് പരിപാടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുന്നവരൊക്കെ വരിക, മതപ്രസംഗമാണ് ഇൻഷാ അല്ലാഹ്.